കഴുകി വാരി എടുക്കുകയാണ് നമ്മൾ. ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. നമ്മൾ പൊട്ടിയതൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ ആ വെള്ളത്തിനധികം കളറില്ല കണ്ടോ. എനിക്ക് അതിനകത്തോട്ട് കയറാൻ വയ്യ, അവിടെ ഒരുപാട് നിപ്പുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ച റാസ്ബെറിയുടെയും കാട്ടിൽ നിന്ന് പിച്ച റാസ്ബെറിയുടെയും ആ ഒരു സൈസ് കണ്ടോ. മഷ്റൂം തപ്പി ഇങ്ങനെ നടക്കുകയാണ്. എപ്പോൾ പോയാലും നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നോക്കും. അപ്പോൾ ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. കഴുകേണ്ട ആവശ്യമില്ല, ഓർഗാനിക് ആയിട്ട് ഇവിടെ ആരും കഴുകാറില്ല. ഇപ്പൊ കണ്ടിട്ട് മുന്തിരിങ്ങ പോലെ തന്നെ ഉണ്ട് കണ്ടോ. അച്ഛനും മോളും കൂടെ വാരി വാരി ഇടുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമല്ലേ. ചൂടുവെള്ളം ആണെങ്കിലേ പിന്നെ ഇത് പൊട്ടും, അവിയും. തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യം. നമ്മളെല്ലാം കഴുകി വാരി ഇനി ഇതേ ഇതുപോലത്തെ അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത അതേ പാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വാന്നിട്ട് ഡ്രൈ ആയി കിട്ടും നമുക്ക്. അതെ, ഇവിടെ ഒരു നമ്മുടെ അരിപ്പ പാത്രമാണ്. അത് ബക്കറ്റിന് അടിയിൽ ബക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അത് താഴെ പോലെ വെച്ചേ സൂക്ഷിച്ച്. എൻ്റെ മോളിൽ കഴിഞ്ഞേ ചെറിയ രീതിയിൽ വലയൊന്ന് ഇട്ട് വെച്ചേക്കാം, ഒന്നും വന്ന് കുത്തിക്കൊണ്ട് പോകാതിരിക്കാൻ. ഹേവക്കൂട്ടനെ തിന്നാൻ പാത്രത്തിൽ കൊടുക്കുന്നു, പാത്രമായിട്ട് വന്നതാണ്. ബ്ലൂബെറി തീറ്റിയാ ഇപ്പൊ. നല്ല അടിപൊളി സൈസ് കണ്ടോ. 2-3 പേർക്ക് തിന്നട്ടെ. സൈസ് നോക്കി, നല്ല സൈസ് കണ്ടോ. വാവ്, നല്ല നോക്കി പേർക്ക് നമ്മള് തന്നെ തിന്നുവാ. വേണ്ട കൂട്ടനും തിന്നുവാ. നമ്മുടെ ചീരയില കണ്ടോ, ഇലയുടെ വലിപ്പം കണ്ടോ. നല്ല വലിയ ഇല കണ്ടോ, നല്ല കളറും ഉണ്ട്, രസമുണ്ട് കാണാന്. ഇതിങ്ങനെ ബുഷി ആയിട്ടുള്ളതാന്ന് തോന്നുന്നത്, അത്രയും ടൈപ്പാന്ന് തോന്നുന്നു. ഹൈറ്റ് വെക്കുന്നില്ല, പക്ഷെ നല്ല ബ്രാഞ്ചസും വരുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും ബ്രാഞ്ച് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കണ്ടോ. അതെ, എന്താ അങ്ങനെ, ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും അല്ലേ, ചിലപ്പോ ഇത്തരമായിരിക്കും ചീര. നാട്ടിൽ കൊണ്ടുവന്ന ചീര വർഷമായി 2 ആയി. മഴ പെയ്തപ്പോഴത്തേക്ക് ആലിപ്പഴം വീണേ. അപ്പൊ അച്ഛയാണെന്നുണ്ടെങ്കിൽ ആലിപ്പഴം പെറുക്കിക്കൊണ്ടിരിക്കുക. ആലിപ്പഴം പെറുക്കാ. ഇതാണ് ആലിപ്പഴം. കണ്ടോട്ടെ കൂട്ടാ, ആലിപ്പഴം കണ്ടോ നീ? ഇതേണ്ട ആലിപ്പഴം താഴെയൊക്കെ വീണ് കിടപ്പുണ്ട്. ഒത്തിരി വീണില്ല, പെട്ടെന്ന് അങ്ങ് വീണട്ടെ. ആ സമയത്ത് വിനോദ് കാറെടുത്ത് മാറ്റിയിടാൻ പോയി. അയ്യോ, അതങ്ങ് മെൽറ്റായി പോന്നു വേഗം തന്നെ. ഇതെങ്ങനെ ഇപ്പൊ ഈ ചൂടത്ത് ആലിപ്പഴം വീഴുന്നേ? വേണ്ടോ, വേണ്ടേ, രസമുണ്ട് കാണാൻ. കണ്ടോടാ കൂട്ട ആലിപ്പഴം. പെട്ടെന്നാ മഴ പെയ്തതേ. ഇത് കാർമേഘം എല്ലാം ഇരുണ്ട് കൂടി. നമ്മൾ ബ്ലൂബെറി എല്ലാം എടുത്ത് അകത്ത് കൊണ്ട് വെച്ച്. അപ്പൊ നമ്മുടെ ബ്ലൂബെറീസ് നമ്മൾ ഡ്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അല്ലേ. ഇത്രയുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ വെറുതെ നടക്കാൻ പോയപ്പോ കാട്ടില് വെറുതെ പോയപ്പോഴത്തേക്ക് അങ്ങ് പിച്ചിക്കൊണ്ട് വന്നതാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രൈ ചെയ്ത് നോക്കാം. അതെ അതെ, ഇട്. കേട്ടോ, അത് നിരത്തണം, ഇങ്ങനെ നല്ലോണം നിരത്തിയിടണം. കളറാവും കയ്യല്. കുറച്ചുകൂടി ഇട്ടോ. എല്ലാം ഒന്നും മുകളിൽ കിടക്കണ്ട, നിരന്നിങ്ങനെ കിടന്നാ മതി. എല്ലാം നിരത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഒന്നും മുകളിൽ കിടക്കാതെ ഇങ്ങനെ. ബേക്കിംഗ് ഷീറ്റ് ആണ് ഇതിന്റെ അടിയിൽ ഇട്ടേക്കുന്നത്. നമ്മള് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് പരീക്ഷിക്കുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കാം. അത് സക്സസ് ആവുമെങ്കിൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് ഇതിൽ കൂടെ പഠിക്കാൻ പറ്റും. ഇത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഇത് മാത്രമല്ല പലതരം ബെറീസ് ഉണ്ട് നമ്മുടെ അടുത്ത്, എല്ലാം ഡ്രൈ ആക്കാം. എല്ലാം സൂക്ഷിച്ചു വെക്കാമല്ലോ നമുക്ക്, പല രീതിയിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏവക്കൂട്ടന് നോക്കൂലിയാണോ? ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത്. എല്ലാം അങ്ങ് ഫ്രോസൺ ആക്കി വെക്കണ്ടല്ലോ. കുറച്ച് ഡ്രൈ ആക്കിയും കുറച്ച് ഫ്രോസൺ ആക്കിയും കുറച്ച് ജ്യൂസ് ആക്കിയും ജാം ആക്കി അങ്ങനൊക്കെ വെക്കാം. സംഭവം സെറ്റ്. അതിനകത്ത് വേറെ ഡ്രൈ ഒക്കെ ഉണ്ട്, അതെല്ലാം ഇങ്ങെടുത്ത് അതിലെല്ലാം വെക്കായിരുന്നു കുറച്ച്. അപ്പൊ ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസമാണ്. ഏകദേശം 26 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു. മോണയാ കണ്ടോ, മോണയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഏവക്കുട്ടനെ ഇപ്പൊ കാണാൻ അതുപോലെ തന്നെ ഇല്ലേ. ഏവക്കുട്ടൻ ഇന്ന് ഇങ്ങനാണ് ബീച്ചിൽ കളിക്കാൻ വന്ന്. പാത്രം എടുത്തോ എന്തേലും?
നമുക്ക് ഇത് അവിടുന്ന് പോയി എടുത്തോണ്ട് പോവാ, ഹിയക്കലാത്തിക്കോയിന്ന് പോയി എടുത്തോണ്ട് പോവാ. അപ്പൊ എന്തേ മോനെ ബീച്ചിൽ പോകാൻ പോവാണല്ലേ? സൂപ്പർ ആയിട്ടില്ലേ? അച്ഛൻ എന്തോ തിന്നുന്നേ? അച്ഛക്ക് ഇത് ഒരു വല്ലാത്ത രോഗമാണെന്ന് തോന്നുന്നല്ലോ. ഇന്ന് മുന്തിരിങ്ങയാണ് എടുത്തത് കഴിക്കാനായിട്ട്. ശേടാ, കുഞ്ഞിനും വേണോ? ഓക്കെ, ഇപ്പൊ എടുത്തു തരാം കേട്ടോ. ഇന്ന് ചെറിയ തിരമാലയൊക്കെ ഉണ്ടേ. എന്നാ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബക്കറ്റും ഷവലും ഒക്കെ ആയിട്ടാ വന്നേ, ചെറിയ കോരിയൊക്കെ ആയിട്ട്. വേലിയേറ്റമായിരുന്നു. പിന്നെ മഴക്കാറും ഉണ്ടേ, നല്ല രീതിയിൽ ഇങ്ങനെ മഴക്കാറടിച്ച് കിടക്കുക. സൂര്യൻ എന്നും വരുമ്പോൾ നമ്മൾ സൂര്യനെ കാണുമായിരുന്നു, പക്ഷെ ഇന്ന് സൂര്യനെ ഒന്നും കാണാനില്ല. സമയം രാത്രി 9:30. ആർമേഘം മൂടി കിടക്കുക. രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും മഴ കാണിക്കുന്നുണ്ട്, അത് ഓരോ സമയത്തൊക്കെ ആയിരിക്കും. ചെറിയ തിര ഇങ്ങനെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, അപ്പം നല്ല രസമുണ്ട്. ഇതൊക്കെ കരയാണ് കേട്ടോ, കരയിലേക്ക് വെള്ളം കയറി കിടക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അല്ലേ തന്നെ ഇവിടെ ആഴമില്ല. ആ ഭാഗം കണ്ടോ, അവിടുന്ന് അങ്ങോട്ടാണ് കടൽ തുടങ്ങുന്നത്. പക്ഷെ അവിടെയും അത്ര ആഴമൊന്നുമില്ല, നമുക്ക് നടന്നങ്ങ് പോകാം. ആ ദ്വീപിൻ്റെ അവിടം വരെയൊക്കെ നടന്നു പോകാൻ പറ്റും, അത്ര ആഴക്കുറവാണ്. പിന്നെ ഇന്നിച്ചിരി വേലി ഏറ്റവും ആയതുകൊണ്ടാണ് വെള്ളം ഇവിടം വരെ വന്ന് കിടക്കുന്നത്. കൊണ്ടെന്തേ മോനയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കടപ്പുറത്ത് വന്നിട്ട് കളിക്കുകയാണ്. ഇടിവെട്ടിയ സൗണ്ട് കേട്ടോ, ഉക്കൊനൻ. ഞാനാണെ മണ്ണിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് താന്ന് പോവാ. ഇവിടെ കണ്ടോ, ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കളിക്കാൻ കുഞ്ഞിന് നല്ലൊരു ആക്ടിവിറ്റി ആവും. പിന്നെ പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖമാണ്. ഫുൾ ടൈം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ, ഇപ്പോൾ പുറത്തൊക്കെ കളിച്ചാലും വീട്ടിൽ തന്നെ ആകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു മടുപ്പായിരിക്കും. പക്ഷെ അവൾക്ക് വൈകുന്നേരം നമ്മളിങ്ങനെ അവളെ എവിടെയെങ്കിലും ഒന്നെങ്കിൽ കാട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കടപ്പുറത്ത് വരുമെന്നൊക്കെ പറയുമ്പോൾ അവൾക്കും ഒരു സന്തോഷമാണ്. അച്ഛനും മോളും കൂടെ ദേ ഇവിടെ വരമ്പുവാണിത്, കടലിൽ കൂടെ. ഓഹോ, അതൊടിച്ച് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുക്കി വിടുന്നു. വേണ്ടേ ഏവക്കൂട്ടൻ്റെ മണ്ണ് കൊട്ടാരം കണ്ടോ, നല്ല അടിപൊളി മണ്ണ് കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏവക്കുട്ടനെ. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന കഥാപാത്രമായിട്ട് അവൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങനെ കഥകളിലൂടെ മാത്രം കാണുന്നു, ശരിക്കും നമ്മളത് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു കഥാപാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട് കുറച്ചു കാലമെങ്കിലും അല്ലേ? ഈ ഒരു സമയത്തൊക്കെ അങ്ങനെ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരും. ജീവിതം എന്ന റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അതെ, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ എന്തായാലും സ്കൂളിലോട്ടൊക്കെ പോയി തുടങ്ങുമ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ആവും. പിന്നെ വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ യഥാർത്ഥം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങും. പക്ഷെ ഈ ഒരു സമയം അതെ, ഇപ്പൊ അവർക്ക് മാഷയാകാം, ഡോറയാകാം, മോണയാകാം, അങ്ങനെ എന്ത് വേണേലും ആകാം. ആ ഡ്രസ് ഇട്ട് കഴിയുമ്പോ അതായി തീരും. ഓ ഓ, സൂപ്പറാ. തിരയുടെ സൗണ്ട് കൊണ്ട് കുഞ്ഞിന്റെ സൂപ്പർ കേൾക്കുന്നില്ല, ഭയങ്കര തിരയുണ്ട്. പിന്നെ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ഇടയ്ക്ക്. മഴ പെയ്യാൻ പോകുന്നു, കാർമേഘം എല്ലാം ഇങ്ങനെ ഇരുണ്ട് കൂടി കിടക്കുന്നു. എന്നും നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ല വെയിലും സൂര്യനെയൊക്കെ കാണാം. ഏവക്കുട്ടൻ്റെ ചെരുപ്പെല്ലാം അത് കരയിലിട്ടത് എല്ലാം ഒലിച്ച് കിടക്കാൻ തുടങ്ങി. എടുത്തോണ്ട് പോവാ. ഇഷ്ടപ്പെട്ടായിരുന്നോ ഏവയ്ക്ക്? സൂപ്പറായിരുന്നോ? നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അത് റാസ്ബെറി നിൽക്കുന്നു കണ്ടോ. റാസ്ബെറി നിറയെ പഴുത്ത് നിൽപ്പുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ കിടപ്പുണ്ട്. ഇവിടുന്ന് ഞാൻ പിച്ച എന്താ കണ്ടോ, ഇതങ്ങോട്ട് ആവാനുണ്ട് ചിലതൊക്കെ. ഇതേ നിറയെ റാസ്ബെറീസ് ഈ ചെടികളിലെല്ലാം ഉണ്ട് കണ്ടോ. ഇതെല്ലാം റാസ്ബെറി ചെടിയാണ്. ഇതാ കണ്ടോ, കാടിനുള്ളിലോട്ട് കയറി ഞാൻ നോക്കട്ടെ. ഇവിടെ വരെ ചെത്തി നിർത്തിയേക്കോ കണ്ടോ. ഇതേണ്ടേ നല്ല അടിപൊളി റാസ്ബെറീസ് കുറേ ഉണ്ട്. എനിക്ക് കാടിനകത്തോട്ട് കയറാൻ വയ്യ. ഇവിടെയൊക്കെ നിപ്പുണ്ട്, എനിക്ക് അതിനകത്തോട്ട് കയറാൻ വയ്യ. അവിടെ ഒരുപാട് നിപ്പുണ്ട്, അവിടെ നിപ്പുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്തോട്ട് കയറാൻ വയ്യ. എൻ്റെ കയ്യിൽ ഈ ചെരുപ്പായിട്ടേക്കുന്നത്. ഞാൻ കാടിനകത്തോട്ടൊക്കെ കയറണമെങ്കിൽ നമുക്ക് എപ്പോഴും ബൂട്ട് വേണം, അല്ലാതെ ഇങ്ങനത്തെ ചെരുപ്പിട്ടുണ്ടൊന്നും കയറാനൊക്കത്തില്ല. പിന്നെ കണ്ടപ്പോൾ ഞാനങ്ങ് പിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ബൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പിച്ചാം അല്ലേ? നമ്മളിത് മഷ്റൂം തപ്പി ഇങ്ങനെ നടക്കുകയാണ്. എപ്പോൾ പോയാലും നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നോക്കും, എവിടെയാണിത് കിട്ടുന്നതെന്നുള്ളത് അല്ലേ? വന്നതാണ് ഇങ്ങനെ കാട്ടിലെല്ലാം കയറി സമയമായി കാണത്തില്ല. ബാ, അതെ. ഇവിടെ റാസ്ബെറിയുടെ വില കണ്ടോ, 27 യൂറോയാണ്. അപ്പം നമ്മൾ എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിതേ കടയിൽ നിന്ന് വാങ്ങിച്ച റാസ്ബെറിയുടെയും കാട്ടിൽ നിന്ന് പിച്ച റാസ്ബെറിയുടെ ആ ഒരു സൈസ് കണ്ടോ. ഞാനിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് കാട്ടിൽ നിന്ന് പിച്ചതിന് മധുരം കൂടുതലും കടയിൽ നിന്ന് വാങ്ങിച്ചതിന് അധികം മധുരമൊന്നുമില്ല.
ചെറിയൊരു പുളിയുണ്ട്. പക്ഷെ ടേസ്റ്റ് കൂടുതൽ കാട്ടിൽ നിന്ന് പിച്ചിയ ഈ ചെറുതിനാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചതിന് കാണാൻ നല്ല ഭംഗിയുണ്ട്, വലിപ്പമുണ്ട്. എന്നാ കൂട്ടാ കഴിച്ചു നോക്ക്. ഭയങ്കര വലുതാ അല്ലേ? എങ്ങനുണ്ട്? സൂപ്പറാ. അപ്പൊ ഇനി നമുക്ക് കഴിക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ മറ്റേ സോസേജിന്റെ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തത് അല്ലേ? പിന്നെ കോള വാങ്ങിച്ചു സീറോ. അപ്പൊ അതെ നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കണം. അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ടേക്ക് അവേ എടുത്തത്. അപ്പൊ ഇനി കഴിക്കണം. മണം അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് വയ്യ അല്ലേ? വഴിയിൽ വണ്ടി നിർത്തി നമ്മൾ കഴിക്കാൻ പോവാണ്. വിശക്കുന്നു. വീട്ടിൽ ചെല്ലുന്നവരെ വെച്ചോണ്ടിരിക്കാനൊക്കത്തില്ല. അതെ, നമുക്ക് കഴിക്കാം. വാവ്, ഈ ഗാർലിക് ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇടുന്ന എന്തൊരു ഇഷ്ടമാണെന്നറിയോ? എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമാണ് ഇങ്ങനെ ഗാർലിക് ഇട്ട് കഴിക്കുന്നത്. നല്ല മണം, കൊതിപ്പിക്കുന്ന മണം. ഏവയുടെ ഫ്ലൈറ്റ് പുറകിലോട്ട് പോകാനുള്ളത്. എന്താ, ഇതൊരു കാടിന്റെ സൈഡാണേ, ഒരു പാർക്കിംഗ് സ്പേസാ. അപ്പൊ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് കഴിക്കുന്നത്. സമയം രാത്രി 9:15. ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആയി തുടങ്ങുന്നുണ്ട് ഇപ്പം. പിന്നെ ഇന്നും മഴയായിരുന്നു, മഴയുള്ള ദിവസമായിരുന്നു. അപ്പൊ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്നു. എങ്ങനെ ഉണ്ടായോ കൂട്ടാ? ആ സൂപ്പറാ. വേറെന്തോ ടേസ്റ്റാ അതിന്? എന്തോ ടേസ്റ്റാ അത്? ഫ്രഞ്ച് ഫ്രൈസ്, മക്കറ. ഈ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കും ഏവക്കൂട്ട് സൂപ്പറാ മാത്രമേ പറയത്തുള്ളൂ. ആരായാലും ബ്ലോഗ് കാണത്തില്ലല്ലോ, അതുകൊണ്ടാ. ഏവക്കൂട്ടൻ എന്തെല്ലാം പറയും അല്ലേ പൊന്നോ? കുഞ്ഞെന്തൊക്കെയാ പറയുന്നത്? കുഞ്ഞെന്തൊക്കെയാ പറയുന്നത്? അറിയത്തില്ല, എന്താണ്ടൊക്കെ പറയും. നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണേ ആ വീട്ടിൽ നിൽക്കുന്ന കുതിരയെ കണ്ടോടാ ഏവക്കൂട്ടാ? കുതിരയെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാ. ഏവക്കൂട്ടന് കുതിരയെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമാണോ കുതിര? അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. ദേ അച്ഛയുടെ തുണികള് അല്ലേ? ഇന്ന് അച്ഛയ്ക്കാ തുണിയൊക്കെ വാങ്ങിച്ചത്. വീട്ടിൽ വന്നിട്ട് ദേ നമ്മള് ഡിന്നർ ഉണ്ടാക്കി. നല്ല രീതിയിൽ കഴിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷെ നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഡിന്നർ കഴിക്കണം എന്നൊരു ടെൻഡൻസി ആണ് അല്ലേ? അപ്പൊ ദേ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മള് രാവിലെ പറിച്ച പച്ചക്കറി ഉണ്ട്, റാഡിഷിന്റെ ഇല, റാഡിഷിന്റെ ഇല എല്ലാം കൂടെ ഇട്ടങ്ങ് മെഴുക്കുരട്ടി പോലെ വെച്ചത് കളയണ്ടല്ലോ. റാഡിഷ് ഇട്ട് പിന്നെ ഇത് പോർക്ക് പിന്നെ തൈര് പിന്നെ ഇത്രയാണ് കഴിക്കാൻ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാർമേഘം എല്ലാം നമ്മുടെ വീടിന്റെ മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ ഒരു മഴ പ്രതീക്ഷിക്കാം. മഴേ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? രാത്രി ആയപ്പോ നല്ല മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടച്ചേര്, കഥ അടച്ച്.